ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി, കുളി കഴിഞ്ഞു, കിച്ചൻ മോൾ വളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് തൊഴുതു. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് ചോറ് എന്താ പറയുക കുറച്ചേ ഉള്ളൂ. രാവിലത്തെ കറികളൊക്കെ ഇന്നിപ്പോൾ എന്തായിരുന്നു, പയറും ചീരയും ഒക്കെ കറി വെച്ചതായിരുന്നു. പിന്നെ പപ്പടം വെജാണ് കേട്ടോ, നോൺ വെജൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് ഇപ്പോൾ മക്കൾ വന്നിട്ട് സ്കൂളിൽ വന്നപ്പോൾ ചോറൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ആർക്കും ചോറൊന്നും വേണ്ടി വരില്ല, പക്ഷെ കുറച്ച് ചോറുണ്ട്, കറികളൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സ്നാക്സ് ആയിട്ട്. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് സാധനമൊക്കെ പുറത്തേക്ക് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഫ്രിഡ്ജ് തുറന്ന് സാധനം എടുക്കട്ടെ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് നോക്കണ്ട ആരും, അതിൻ്റെ മുകളിൽ എൻ്റെ ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട്. ചില സമയത്ത് വണ്ടി പുറത്ത് നിർത്തിയിട്ട് വേഗം ഹെൽമെറ്റ് തലേന്ന് ഊരാതെ അങ്ങനെ അകത്തേക്കിന് കയറി വരും കേട്ടോ. അപ്പോൾ പിന്നെ നേരെ അടുക്കളയ്ക്കാവും ഞാൻ വരിക. അപ്പോൾ അത് വേഗം ഫ്രിഡ്ജിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മേശപ്പുറത്തോ അങ്ങനെ വെക്കും. അപ്പോൾ ഇതാ നമ്മൾ കോളിഫ്ലവറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. പുതിയതായിട്ട് കുറേ പേര് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇപ്പോൾ ചിലർ വിചാരിക്കണേ എന്താ ഇപ്പോൾ ഈ കോളിഫ്ലവറൊക്കെ കാണിക്കണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ വീഡിയോസിൽ ഞങ്ങളുടെ ഇവിടെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഞങ്ങളുടെ മൂന്നാളുടെയും വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമല്ലോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളോടൊന്ന് കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അപ്പോൾ ഇത് കോളിഫ്ലവർ ആർക്കും ഉണ്ടാക്കാൻ അറിയാത്തതൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് എന്താ പറയുക മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടില്ല, ചിലപ്പോൾ ബാക്കി വന്നാലോ വിചാരിച്ചിട്ട്. പിന്നെ കിച്ചൻ മോൾക്ക് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ നമ്മളെ എന്താ പറയുക കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ കിച്ചൻ മോളാണ് കേട്ടോ റിപ്ലൈ ഒക്കെ തരുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വർക്കിന് പോകലും വൈകുന്നേരം വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ. കുക്കിംഗ് മാത്രമല്ല കേട്ടോ, നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ചിലപ്പോൾ തുണികളൊക്കെ എന്താ പറയുക അലക്കാനിടാനുണ്ടാവും, പിന്നെ അതല്ലെങ്കിൽ മടക്കി വെക്കാനുണ്ടാവും. മക്കളും അവർക്ക് കഴിയുന്നതൊക്കെ അവർ ചെയ്യലുണ്ട്. പക്ഷേ കുക്കിങ്ങും കാര്യങ്ങളൊന്നും, അതായത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനൊന്നും അതിനൊന്നും അവരായിട്ടില്ലല്ലോ. ചെറിയ ചെറിയ കുഞ്ഞു പണികളൊക്കെ അവരും ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളം. അപ്പോൾ അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ കഴുകിയത് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചെടുക്കലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതാ ഞാനൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. കുറേ മുമ്പ് ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഉപയോഗിക്കരുത് കേട്ടോ എന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടത്. ഇനി നമുക്ക് പാത്രങ്ങൾ കുറേ നമുക്ക് കുറവുണ്ട്, അപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ നമുക്ക് വാങ്ങിക്കണം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതിലേക്ക് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ പൊടികളും കുറേശ്ശെ എടുക്കാറുണ്ട് കേട്ടോ. ചിക്കൻ മസാല കുറച്ചെടുക്കും, അതുപോലെ നുള്ളു മല്ലിപ്പൊടി എടുക്കും, കുറച്ച് മുളക് പൊടി എടുത്തു, ഉപ്പിട്ടു, പിന്നെ എന്താ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇതിലേക്ക് ഇട്ടു, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ശരിക്കും ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ആ ഒരു എന്താ പറയുക മിക്സ് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്താ പറയുക ഒന്നും കൂടെ ലൂസായിട്ടിരിക്കണമെങ്കിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചത് ആ ബാറ്റർ നമുക്ക് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ, എന്നാലും കുറച്ചും കൂടി ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആ മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. കോളിഫ്ലവർ നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. വേണമെങ്കിൽ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, മക്കൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അവർക്കാണ് വലിയൊരു ഇഷ്ടം എന്നൊക്കെ കേട്ടോ. പിന്നെ ചോറിലേക്കാണെങ്കിലും അവർക്ക് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണമെന്നില്ല. പക്ഷേ എനിക്കെന്താ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഇതോ അല്ലെങ്കിൽ സോയാബീനോ ഒന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. ഒരു ചമ്മന്തി ആണെങ്കിൽ ഞാൻ ചോറുണ്ണും, പക്ഷേ ഇതൊന്നും കൂട്ടിയിട്ട് ചോറുണ്ണാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വെറുതെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ രസമാണ്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അസൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണ ആ ഒരു ലുക്കായിരിക്കും. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കി കോരിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു എന്താ പറയുക പ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുറകിലിരുന്ന് അതങ്ങനെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ
ഇനി ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, അവരങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചുമോളോട് ചോദിക്കണ്ടേ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സാധനം അവർക്ക് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നതനുസരിച്ച് ചൂടോടെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി അങ്ങനെ കുറേ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടാവില്ല, ലാസ്റ്റ് ഉണ്ടാക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിച്ചുമോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ അടിപൊളിയാണ് എന്ന് പറഞ്ഞു. അതായത് പുറമേ നല്ല ക്രിസ്പാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കണം. ഇനി എത്രത്തോളം ലാസ്റ്റ് വരുമ്പോൾ ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ ഓക്കെ, നല്ല പുറമേ നല്ല ക്രിസ്പായിട്ടും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടോ, ഒരു പ്ലേറ്റ് കൂടെ ഉണ്ടായിരുന്നു, അത് ഒരു തിന്ന് കഴിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാമെന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്. പക്ഷെ ഞാനും അത്ര ഇതിൻ്റെ ഫേവറേറ്റ് ആണോന്നും അല്ല കേട്ടോ. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ വെറുതെ കഴിക്കാൻ. ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ അത്ര വലിയ ഇതല്ല. പക്ഷേ ഇത് കണ്ടോ, ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റാണ് സംഭവം. ഓക്കെ.